വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വ്ളോഗ് ആക്ച്വലി ഐറുവിൻ്റെ പിറന്നാൾ വ്ളോഗാണ് കേട്ടോ. ഇന്നാണ് ഐറു ജനിച്ച നക്ഷത്രം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ കൂടുതൽ ഈ നക്ഷത്ര പിറന്നാളാണ് കൂടുതലായിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒന്ന് അമ്പലത്തിൽ പോവാം എന്ന് വിചാരിച്ചു. ആഫ്റ്റർ ലോങ് ടൈം, കുറേ നാളായി ദുബായിലുള്ള അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് അമ്പലത്തിൽ പോവാം എന്നാണ് വിചാരിക്കുന്നത്. ജബലലിയുള്ള ടെമ്പിളിലാണ് കേട്ടോ പോണത്. ഒരു ചെറിയ വ്ളോഗാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അമ്മ ചെറുതായിട്ടൊരു സദ്യ പോലെയൊക്കെ റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായി വിഭവങ്ങളൊന്നുമില്ല, കുറച്ചായിട്ട് നമുക്ക് എല്ലാം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയൊരു പരിപാടിയാണ് ഇന്ന് വീട്ടിലുള്ളത്. പിന്നെ വേറെ ആരുമില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അർജുൻ കൂടി ഇവിടെ ഇല്ല, അർജുൻ നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പം ഞാനും വിച്ചും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കിതൊരു ചെറിയ വ്ളോഗ് പോലെ ഷൂട്ട് ചെയ്യാം എന്ന്. സോ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാണ്. റെഡിയാവല്ല കേട്ടോ, റെഡിയായി കഴിഞ്ഞു. നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോണത്. അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കാനും സെറ്റാക്കാനും ഒക്കെ ആയിട്ട്. ഫുഡൊക്കെ അമ്മ ഇപ്പോൾ ഓൾറെഡി ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓലെന്ന് പറയുന്നൊരു ഐറ്റം ഇല്ല, അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം വന്നിട്ട് റെഡിയാക്കാമെന്ന് വിചാരിക്കാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല. അപ്പോൾ സമയം 7:45 ലേറ്റായി പോയിട്ടോ. ഞങ്ങളൊരു 7:30 ആകുമ്പോൾ ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. ഇന്ന് നമുക്ക് ലൂക്കേനെ നടത്തിക്കാനൊക്കെ കൊണ്ടുപോകേണ്ട പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. അവൻ്റെ വാക്കിംഗ് ടൈം എന്ന് പറയുന്നത് 6:30 to 7:30 ആണ്. അപ്പം അതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങൾ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകില്ലേ. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്ന ആളാണ്. കാരണം ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെയാണ് അമ്പലം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അമ്പലത്തിലൊക്കെ പോകും. പണ്ടൊക്കെ ഞാൻ +2 വരെ പഠിക്കുമ്പോഴൊക്കെ എപ്പോഴും എല്ലാ ദിവസവും അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ വേറൊരു കൺട്രിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെല്ലാം പരിമിതികളുണ്ട്. ഇന്നങ്ങനെ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ വേണ്ടി പറ്റി. ചില ദിവസങ്ങൾ, അതായത് ഹോളിഡേയ്സ് ഒക്കെ നമ്മൾ അമ്പലത്തിൽ പോകണേ ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങളൊരു ദിവസം ക്യൂ ഒക്കെ ചെന്നിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും തിരക്കുണ്ടായിരുന്നു. സൺഡേസ് ഒക്കെ വന്നാൽ നല്ല തിരക്കുണ്ടാവും. അത് മാത്രമല്ല നമുക്ക് പാർക്കിംഗ് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ഒരു അമ്പലത്തിനോട് അടുത്ത് തന്നെ ആയിട്ട്, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചർച്ചും കൂടി ഉണ്ട് കേട്ടോ. അത് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അവിടെ എന്തൊക്കെയോ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ക്യാമറ അലൗ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സദ്യയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലുലുവിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് മേടിച്ചു കേട്ടോ. വേഗം തന്നെ പർച്ചേസിംഗ് ഒക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോകുമ്പോൾ ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2025 എനിക്ക് തോന്നിയിട്ടുള്ള ബെസ്റ്റ് തിങ് ഞാൻ ചെയ്തത്, എനിക്ക് ഭയങ്കര പ്രൗഡായി ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത്. ഇപ്പോഴും ചെറിയ പേടിയുണ്ട് കേട്ടോ എനിക്ക്. എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വണ്ടി എടുത്ത് പോകാമെന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായി തോന്നിയത് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളതാണ്. നാട്ടിലും എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, പക്ഷേ പേടി കാരണം ഞാൻ ഇതുവരെ നാട്ടിൽ ഡ്രൈവ് ചെയ്തിട്ടില്ല കേട്ടോ. കാർ ഡ്രൈവ് ചെയ്തിട്ടില്ല. എനിക്കിപ്പോഴും ദുബായ് ഡ്രൈവ് ചെയ്യാൻ നല്ല പേടിയുണ്ട്. എന്നാൽ പോലും നമുക്ക് എന്താ പറയുക, പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ. എപ്പോഴെങ്കിലും നമുക്കൊരു ആവശ്യം വന്നാൽ വണ്ടി എടുത്ത് പോവാമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം തോന്നിയിട്ടുള്ളൊരു സ്കില്ലും കൂടിയാണ് കേട്ടോ ഡ്രൈവിങ് നമ്മളെല്ലാവരും മസ്റ്റായി പഠിച്ചിട്ടുണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചെറിയ പ്രായത്തിൽ തന്നെ അത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് ചെയ്യാണ്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി ഓടിക്കാനായിട്ട് അറിയണം, അറ്റ്ലീസ്റ്റ് 2 വീലറെങ്കിലും. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഈ ഒരു കാർഡ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഡോർ ആക്സസ് കാർഡ് എന്തോ എക്സ്പയർ ആയി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ താഴത്ത് പോയി അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടാണ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയും വിച്ചും കുറേ നേരം പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് അവരുടെ ആ ഡേറ്റ് കഴിഞ്ഞാൽ എക്സ്പയർ ആയിപ്പോകും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വീണ്ടും അത് റിന്യൂ ചെയ്തെടുക്കണം. പിന്നെ ഫുഡ് ഉണ്ടാക്കലൊക്കെ അമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. കാരണം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വർക്കിന് വേണ്ടിയിട്ട് കയറി. പിന്നെ അമ്മ എന്നെ വിളിക്കുമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ വന്ന് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ കുറച്ച് എനിക്കധികം വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയും ഐറ്റംസ് ആയിരുന്നു ഞങ്ങളല്ല അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം വെച്ച് നമുക്ക് നല്ല അടിപൊളി സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. സദ്യ നോർമലി ഞങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അതിലുള്ള അധികം ഐറ്റംസ് ഞങ്ങൾ കഴിക്കില്ല കേട്ടോ. ആണെങ്കിൽ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്ന് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കിടക്കുമായിരുന്നു കേട്ടോ. സാധാരണ പിറന്നാൾ അടുപ്പിച്ച് അവൾക്ക് ഇങ്ങനെ പനിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എന്തോ അവൾക്ക് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. സാധാരണ എല്ലാ പിറന്നാൾ അടുപ്പിച്ചും അവൾക്ക് എന്തെങ്കിലുമൊക്കെ പനിയോ കോൾഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അത് സാധാരണ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ.
പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങളെ കസിനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രശാന്തേട്ടനും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലൂക്കേനെ നിങ്ങൾ കണ്ടോ, ഇപ്പോൾ ലൂക്കേൻ്റെ സ്ഥാനമൊക്കെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അവനെ ഇത്ര വലിയ കൂട്ടിൽ ഇടണ്ട എന്ന് അവൻ്റെ ട്രെയിനർ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അവനെ ചെറിയൊരു കൂട്ടിലേക്കാണ് ഇപ്പം മാറ്റിയിരിക്കുന്നത് കേട്ടോ. സാധാരണ പെറ്റ്സിനൊക്കെ എല്ലാവരും ഫ്രീ ആയിട്ട് നമ്മളെ ഫ്ലാറ്റിൽ ഇങ്ങനെ ഓടി കളിക്കാനൊക്കെ ആണല്ലോ ഇടാറുള്ളത്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. കാരണം ഞാനും അമ്മയും ഇതിനോട് തീരെ യൂസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ് അവനിങ്ങനെ പുറത്തിടുക എന്നൊക്കെ പറയുന്നത്. പിന്നെ അവനെ പുറത്തിട്ട മെയിൻ പ്രശ്നം അവൻ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പീ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അവനെ പുറത്തങ്ങനെ ഇടാറില്ല കേട്ടോ. ബാൽക്കണിയിലൊക്കെ അവനെ ഇടുന്നല്ലാണ്ട്, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നല്ലാണ്ട് റൂമിൽ അങ്ങനെ അവനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാനായിട്ട് വിടാറില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഐറൂന് വന്നൊരു പുതിയ ശീലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒറ്റയ്ക്ക് തന്നെ ഫുഡ് കഴിക്കും. ഇപ്പം നമ്മൾ അവളെ സ്പൂൺ വെച്ച് കഴിക്കാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ സ്കൂളിലൊക്കെ പോകാനായിട്ടുണ്ട്. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കം അത് ഭയങ്കര നിർബന്ധമാണ്. എനിക്കത് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. എനിക്കിങ്ങനെ നന്നായിട്ട് ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഉറക്കം നന്നായിട്ട് വരാറുണ്ട്. പക്ഷേ ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഉറക്കം വരും കേട്ടോ. പക്ഷേ ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് വർക്ക് അത്യാവശ്യമായിട്ട് തീർക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ തീർത്തിട്ടില്ലെങ്കിൽ രാത്രി ഒരുപാട് നേരം ലേറ്റായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേഗം ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഉറങ്ങണം എന്നുള്ളൊരു പ്ലാനായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ലൂക്കേനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയിട്ടോ. നമ്മൾ ബാൽക്കണിയിലൊക്കെ നമ്മളെ പെറ്റിനെ സ്ഥിരമായിട്ട് ഇടാനുള്ള ഒരു ഓപ്ഷൻ ദുബായിലില്ല. നമ്മൾ ഉള്ളിൽ തന്നെ, അതായത് നമ്മളെ വീടിനുള്ളിൽ തന്നെ വളർത്തണം എന്നുള്ളതാണ് ഇവിടുത്തെ റൂള്. കാരണം ബാൽക്കണിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇവർ സൗണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളെ നെയ്ബേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല നമ്മൾ പെറ്റ്സിനെ ജനറലി അങ്ങനെ പുറത്തിടുന്നത് ഇവിടുത്തെ റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്. ഞങ്ങൾക്കത് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൂക്കേനെ കുറച്ച് കാലം പുറത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, ബാൽക്കണിയിൽ കേട്ടോ. കാരണം നമ്മളുടെ ട്രെയിനർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനൊരു പോട്ടി ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ കുറച്ച് ദിവസം പുറത്ത് തന്നെ വെക്കണം, എന്നിട്ട് നമ്മൾ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് ബാൽക്കണി ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ കുറച്ച് ദിവസം അവനെ പുറത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു 7 മണിയായപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ പെറ്റ്സിനെ പുറത്ത് വെക്കാനുള്ള പെർമിഷൻ ഇല്ല, നിങ്ങൾ പെറ്റ്സിനെ പുറത്താണ് വെക്കുന്നത്, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ലൂക്കേനെ കംപ്ലീറ്റ് ആയിട്ട് അകത്തേക്ക് വെക്കാൻ, അതായത് അകത്ത് നമ്മളൊരു കൂടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ആരെയും പെറ്റ്സിനൊക്കെ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഞങ്ങൾക്ക് ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പം എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.